കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. അമ്പാടിയിലെ ഏതെങ്കിലും വേഷത്തിലാണോ, അത് മറ്റേതെങ്കിലും വേഷമാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിൻ്റെ ശില്പമൊക്കെ കാണാം. അത് കണ്ട് അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ വലിയ ബലിക്കല്ലും ഒക്കെ കണ്ട് അങ്ങനെ വരാം. ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കിയിട്ടൊന്ന് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് കാണുന്നത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, അതിൻ്റെ മുൻപ് ഒരു താമര കാണാണ്ട്. താമര നല്ല വലിയൊരു താമര, അതിൻ്റെ താമരയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുകയാണ് ഉണ്ണി. അപ്പോൾ ആ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല ഒരു പട്ട് കോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വന്നാൽ ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, നടുക്കൊരു ഗോപീതിലകം. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തി നിൽക്കുക. അപ്പോൾ എല്ലാവരെയും നോക്കി അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു കാഴ്ച. ആ നല്ലൊരു ചിരിയുണ്ട്, നന്നായിട്ട് ചിരിച്ചും കൊണ്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകമുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. ആ ഗോപീതിലകം വെച്ചത് കാണാണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയും, അതേപോലെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാല അതന്നെ 2 ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ ഒന്ന് താമര ഉണ്ട്, പിന്നെ തെച്ചി തുളസി, അതേപോലെ തന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളത്, വെളുത്ത പൂവും. അങ്ങനെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണ് ആ ഓടക്കുഴലിൽ പിടിച്ച താമരക്കണ്ണനെ. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ ആ ദശാവതാര വിഗ്രഹങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതിനുശേഷം മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം ആ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. നരസിംഹസ്വാമിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനൊക്കെ കാണാം. പിന്നീട് മുരുകനെയും കണ്ടു തൊഴാം. ഇന്നിപ്പോൾ തൈപ്പൂയം, അപ്പോൾ മുരുകസ്വാമി ഇന്നിപ്പോൾ നല്ല ആഹ്ലാദത്തിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയ മർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ താമരക്കണ്ണനെ, അതേപോലെ ആ നൃത്താറി മണിക്കിണറും ആ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും മേൽപ്പത്തൂരിനെയും അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. എന്നിട്ട് ഭഗവതി നടയിലെത്തുമ്പോൾ അമ്മയെ കണ്ട് തൊഴുക. ഇനിയിപ്പോൾ ദേവസ്വം താലപ്പൊലിയായി, അത് കാണാൻ എല്ലാവർക്കും സൗഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ പുണ്യം നമുക്കെത്തും. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം, നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അതിനുശേഷം ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ചെറിയ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭമുള്ള കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.